ഭക്തിപ്രവാഹത്താൽ നിറഞ്ഞ് ശബരീശ സന്നിധി പുലർച്ചെ സുപ്രഭാതം പാടി നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വലിയ നടപ്പന്തലിലും പുറത്തും നിരവധി ഭക്തരാണ് അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നത്. വിവരങ്ങളുമായി തത്സമയം ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി നിതിൻ പ്രഭാകർ. നിതിൻ, എന്തൊക്കെയാണ് ഇന്ന് ശബരിമലയിൽ? പുലർച്ചെ നട തുറന്നത് മുതൽ ശബരിമല സന്നിധാനത്തേക്ക് ഭക്തരുടെ ഇടതടവില്ലാത്ത ഒഴുക്കാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പമ്പയിൽ നിന്നും നിരവധിയായ ഭക്തർ സന്നിധാനത്തേക്ക് അയ്യപ്പനെ ദർശിക്കാനായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നടപ്പന്തലിലും 18-ാം പടിക്ക് താഴെയും ഭക്തരെ തടഞ്ഞു നിർത്തി ഇവിടെ നിന്നും ഘട്ടം ഘട്ടമായാണ് അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തരെ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കമുള്ള ഭക്തരുടെ ഒരു വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നു. പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ ഭക്തരുടെ ഒഴുക്ക് സന്നിധാനത്തേക്ക് ദർശിക്കാൻ കഴിയുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം തന്നെ ഭക്തരുടെ തിരക്കിന് ഒരു കുറവുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഒരുപക്ഷെ പോലീസ് ഉദ്യോഗസ്ഥരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് ശബരിമലയിൽ ഇന്ന് രാവിലെ ഉണ്ടാകുന്നത് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. 18-ാം പടിക്ക് താഴെ അടക്കം നീണ്ട ക്യൂ ആണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ ഇടതടവില്ലാത്ത ഭക്തജന പ്രവാഹം. പമ്പയിൽ നിന്നും കൂടുതൽ ഭക്തർ ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്ന കാഴ്ച. ഇതര സംസ്ഥാന ഭക്തർ അടക്കമുള്ളവരാണ് കൂട്ടത്തോടെ സന്നിധാനത്തേക്ക് ദർശനത്തിന് എത്തുന്നത്. പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ഭക്തർക്ക് വേണ്ട സുഗമമായ ദർശനം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. വരുന്ന വഴികളിലെല്ലാം തന്നെ അയ്യപ്പന്മാർക്ക് ഔഷധവെള്ളവും ലഘുഭക്ഷണവും ദേവസ്വം ബോർഡിൻ്റെയും ഫോറസ്റ്റിൻ്റെയും വനംവകുപ്പിൻ്റെയും എല്ലാം തന്നെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് പ്രത്യേക ദർശനത്തിലുള്ള ക്യൂ സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നെല്ലാം തന്നെ വിഭിന്നമായി കൊണ്ടുള്ള ഒരു ഭക്തജന തിരക്ക് ഇന്ന് നമുക്ക് സന്നിധാനത്ത് ദർശിക്കാൻ കഴിയുന്നു.